അങ്ങനെ തട്ടിയും മുട്ടിയൊക്കെ 2025 കടന്നുപോയി. ഇനി ഇതാ വന്നു 2026. ഈ പോക്ക് ഇങ്ങോട്ടൊന്നല്ലേ ന്യൂ ഇയർ ആഘോഷിക്കാൻ. അല്ലാതെ വേറെ എങ്ങോട്ടാണ്? അപ്പൊ ദാണ്ടെ കുറേ തിരിച്ചടികളും കുറേ പ്രശ്നങ്ങളൊക്കെ കടന്നു പോയിട്ടുണ്ടെങ്കിലും വീണ്ടും നമ്മൾ 2026 പുതിയൊരു വർഷം വരും. വീണ്ടും കുറേ ശപഥങ്ങളെടുക്കും. ഇനി അതൊന്നും ആവർത്തിക്കരുത്. നല്ല കുട്ടിയായിട്ട് പോണം എന്നൊക്കെ. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റിയ ഒരു വർഷമായിരുന്നു കേട്ടോ 2025. അതായത് നമുക്ക് അടുത്ത് കൂടിയിരിക്കുന്നവർ നമുക്ക് എങ്ങനെ പണി തരാമെന്ന് നല്ലപോലെ മനസ്സിലാക്കി നല്ലൊരു പാഠവും കിട്ടി. അതുകൊണ്ട് തന്നെ ഈ വർഷമെങ്കിലും നന്നായിട്ട് അതായത് അങ്ങനൊന്നും വരാതെ ഇരിക്കണം എന്ന് തന്നെയാണ് പ്രാർത്ഥന. അപ്പൊ ദാണ്ടെ നമ്മളിവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ബീച്ചിലെത്തിയിട്ടുണ്ട്. ഇത്രയും ആൾക്കാരൊക്കെ കാണുന്നത് ഈ ന്യൂ ഇയറിന്റെ രാത്രിയായിരിക്കും കേട്ടോ. അപ്പൊ ദാണ്ടെ കണ്ടോ ഒരുപാട് ആൾക്കാരുണ്ട്. ഇവൻ ദാണ്ടെ വായി തുറന്ന് ഇങ്ങനെ നിൽക്കുകയാണ്. കളിപ്പാട്ടമൊക്കെ കണ്ട് അന്തം വിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പൊ ഇനി നമ്മളിനി 12 മണിയാവാനുള്ള കാത്തിരിപ്പിലാണ്. പക്ഷെ കുട്ടികൾക്ക് ആ കാത്തിരിപ്പില്ലല്ലോ. മേവിച്ചിയും യാച്ചിയും കൂടെ ദാണ്ടെ കളിപ്പാട്ടത്തിനടുത്തോട്ടൊക്കെ പോയിട്ടുണ്ട്. പിന്നെ ഓരോ കളിപ്പാട്ടമൊക്കെ അവിടുന്ന് എടുത്തിട്ടുണ്ട്. ഇനി ദാണ്ടെ നമ്മുടെ ന്യൂ ഇയർ എത്തിപ്പോയി. ദാണ്ടെ ഇപ്പൊ എത്തും 12 മണി. 12 മണി ആടെ എത്തിപ്പോയി. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. നല്ലൊരു പുതുവർഷം ആശംസിക്കുന്നു കേട്ടോ.